ഇവിടുത്തെ രാഷ്ട്രീയം ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് അവരുമായിട്ട് സ്വാധീനം ഉണ്ടാകാം. ഒരു സിനിമ കഥ പറഞ്ഞതുപോലെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ഡ്രഗ് മാഫിയയാണ് ഒരു പൊളിറ്റിക്സ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണ്ടേ, ഇത്രയും ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഫണ്ടേഴ്സ് ഉണ്ടാകും, നമ്മൾ ചിന്തിച്ച് പോവുകയാണത്. കാരണം ഇങ്ങനെ ഈ ഒരു ലോകം ആയതുകൊണ്ട് തന്നെ. നാരായണിയുടെ ആൺമക്കളിനെ പറ്റിയിട്ടും നാരായണയുടെ ആൺമക്കൾ ആക്ച്വലി ഞാൻ കണ്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്, അതായത് ഒരു സഹോദരനും സഹോദരിയും കസിൻസ് ആണ്. വളരെ മോശമാണ് അത്. അങ്ങനെ ഒരു കോണ്ടന്റ് വന്നാൽ പ്രശ്നമാണ്, അത് വികലാണെന്ന് പറയാനുള്ള കാര്യം. അങ്ങനെ ഒരു കോണ്ടന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ലെന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഒരു സിനിമ പറയരുത്? എന്തിനാണ് അങ്ങനെ ഒരു സാധനം, ഇത് മനസ്സിൻ്റെ ഏഴയില്ലാത്ത ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനൊരു സാധനം പറയുന്നത്? വേറെ എന്തെല്ലാം കഥകൾ പറയാം. എത്ര പുണ്യമായ കാര്യമാണ് ഒരു സഹോദരനും സഹോദരി എന്നുള്ളത്, സഹോദരങ്ങൾ എന്നുള്ളത്, അമ്മയും അച്ഛനും എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റിനെ തന്നെ മാറ്റി അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ ചിന്തിച്ചവൻ്റെ തലക്കിട്ടല്ലേ അടി കൊടുക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കണ്ട, അങ്ങനത്തെ കഥ പറയണ്ട. അങ്ങനത്തെ കഥ പറഞ്ഞാലേ ഇതിൽ ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ ബന്ധം അത് ശരിക്കും ഇപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതും ബ്രദറും സിസ്റ്ററും അല്ലേ? ആണ്. ഇരട്ടത്താപ്പല്ലേ? അല്ല, അങ്ങനെയല്ല. മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ എന്ന് പറയുന്നത് കസ്റ്റംസ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മാറ്റി തന്നെ നിർത്തണം. പക്ഷേ ഒരു സ്വന്തം ഓൺ ബ്ലഡിൽ പിറന്ന ഒരു രണ്ട് മക്കൾ, അല്ലെങ്കിൽ അച്ഛനമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അതിൻ്റെ ഡെപ്ത് വളരെ വലുതാണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അത് അങ്ങനെയാണ് ആ ഡെപ്ത്. കാരണം എനിക്ക് സഹോദരങ്ങളുള്ളതാണ്. ഈ നാരായണയുടെ ആൺമക്കൾ എഴുതിയ റൈറ്ററിനപ്പോൾ മാനസികാവസ്ഥ ശരിയല്ല, അല്ലെങ്കിൽ മനോവൈകൃതം അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ മാനസികാവസ്ഥ ശരിയല്ല എന്നല്ല പറഞ്ഞു, അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? അങ്ങനത്തെ ഒരു സാധനം, അങ്ങനത്തെ ഒരു കഥ പറയണ്ട. നിങ്ങൾക്ക് ജനത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തോ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ എന്തും നമുക്കങ്ങ് ആവിഷ്കരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല നമുക്ക്. നമ്മുടെ ഭരണഘടന തരുന്നില്ലേ എന്തും കാണിക്കാന്നുള്ളത്? ഒരിക്കലും ഇല്ല. ഭരണഘടന അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങൾ വന്നിട്ട് അങ്ങ് കൊല്ല എന്തും തരും. എൻ്റെ സ്വാതന്ത്ര്യമാണത്. എന്നെ പിടിച്ച് ഉള്ള ഇടത്തില്ലേ തൂക്കിക്കൊല്ലല്ലേ? അങ്ങനെയില്ല. സ്വാതന്ത്ര്യത്തിന് ലിമിറ്റുണ്ട്. മനസ്സിലായോ? എല്ലാത്തിനും ഒരു ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ. മനുഷ്യർക്കുള്ളത് വിവേകമാണ്, മൃഗങ്ങൾക്കതില്ല. അവർക്ക് ഭോഗിക്കാൻ തോന്നുമ്പോൾ ഭോഗിക്കും. അവർക്ക് പിന്നെ ഭക്ഷണം വിശക്കുമ്പം ഭക്ഷണം ഹണ്ട് ചെയ്യും, ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങും. ഇത്രയുള്ള മനുഷ്യർക്ക് അതിലുപരി കുറച്ച് സാധനം കൂടെ ഇല്ലേ? അതെന്താണ് ഇവിടെ പ്രയോഗിക്കാത്തത്? അത്രേ ഉള്ളൂ അതിൻ്റെ ഇത്. അല്ലാതെ നമ്മൾ വാക്കുകളോട് പറഞ്ഞ് തോൽപ്പിക്കുകയല്ല അതിന് വേണ്ടത്. വിവേകം എന്നൊരു സാധനമുണ്ട് നമുക്ക്. ഞാനപ്പോൾ അവിടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ നേരത്തെ സിനിമയെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ എല്ലാ സിനിമയും തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും 1.5 മിനിറ്റിൻ്റെ സിഗരറ്റ് വലിക്കരുതെന്നുള്ള ആഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന വോയിസ് ഓവർ വരുന്നുണ്ട്. വിമണിനെതിരെയുള്ള അക്രമം പണിഷബിൾ ആണെന്നുള്ള വോയിസ് ഓവറും അതിനുള്ള കാർഡ്സും ഓരോ സീനിലും അത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്ത് സിനിമാക്കാരെന്താ ചെയ്യേണ്ടത്? കോമഡി, ജനങ്ങളെ മണ്ടരാക്കുന്ന കോമഡി ഇല്ല. കോമഡി ഒരിക്കൽ നമ്മൾ ഇതിലൊക്കെ വൈറലായത് കോമഡി നിയമങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിരുന്ന സാധനങ്ങൾ. അതായത് കവർ ഉപയോഗിക്കരുത്, എന്നിട്ട് വിൽക്കുന്നത് സീലടിച്ച ഇതിനകത്ത് നമ്മുടെ ചിപ്സും മറ്റ് സാധനങ്ങളും കവറിനകത്താണ് വിൽക്കുന്നത്. അത് വിൽക്കാം, നമ്മളത് ഇട്ടുകൊണ്ട് പോകുന്ന കവറിലാവരുത്. ഇത് ഭയങ്കര വൈറലായ വീഡിയോ അല്ലേ? പുള്ളി പറഞ്ഞ അത് കോമഡി നിയമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് കാറിൽ, അതായത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ടാക്സും കൊടുത്ത് നമുക്ക് വാങ്ങാം, പക്ഷേ അത് ഒട്ടിച്ചുകൊണ്ട് പോകരുത്. ഇവിടുന്ന് പൈസ എടുത്ത് മദ്യപിക്കാം. ഈ മദ്യപിച്ചോട്ട് പോകുമ്പോൾ പോലീസ് അവിടെ നിന്ന് മാറി പിടി. എന്ത് ഇരട്ടത്താപ്പാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു പേരിന് വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങളെ മണ്ടരാക്കുന്ന സാധനമാണ്. സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് അതിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. ആ കഥാപാത്രം സിഗരറ്റ് വലിച്ചേ പറ്റൂ, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ചിലർ ആ കഥാപാത്രം അങ്ങനെ ചെയ്താലേ ആ സിനിമയ്ക്ക് പെർഫെക്ഷൻ ഉള്ളത്. അങ്ങനെ എല്ലാ സിനിമകളിലും ഇത് തന്നെയാണ്, സിഗരറ്റ് വലിക്കുന്ന സാധനമാണ്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കുറേയൊക്കെ മറ്റേ സിനിമാക്കാർ പറയുന്നത്, അല്ലെങ്കിൽ വലിയ വിജയിച്ച് നിൽക്കുന്നവർ പറയുന്നതെല്ലാം അത് ശരിയാണെന്നുള്ള ആദ്യത്തെ മണ്ടത്തരമായിട്ടുള്ള തെറ്റായ ഒരു കോൺസെപ്റ്റിനെ മാറ്റുക എന്നുള്ളതാണ്. ഞാനോട് ഇടപെട്ടോട്ടെ. ഇപ്പം നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അനുരാഗ് ഒരു സിനിമയുണ്ട്. ജോൺ എബ്രഹാമാണ് അതിൽ നായകൻ. അപ്പം അതൊരു ഫാൻറ്റസി സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ആ പ്രധാന കഥാപാത്രം സിഗരറ്റ് വലി നിർത്താൻ ദൈവത്തെ പോലെ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യുകയും സിഗരറ്റ് വലിക്കെതിരെ അയാളൊരു ചാലഞ്ച് ദൈവം വെക്കുന്നതാണ് എൻ്റെ കോൺസെപ്റ്റ്. അവിടെ കഥാപാത്രം സിഗരറ്റ് വലിച്ചല്ലേ പറ്റൂ? അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അതാ അപ്പോഴും ഞാൻ പറഞ്ഞു നേരത്തെ, എല്ലാ സിനിമകളിലും അത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. മിക്ക സിനിമകളിൽ എഴുതിയിട്ട് സിഗരറ്റ് വലി ചുമ്മാ ഒരു ഫാഷന് വേണ്ടിയിട്ട് അങ്ങനെ. അതല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞ സിനിമയിൽ അത് ആവശ്യമാണ്, അത് ജനത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലൊരു സിനിമയാണ് ഈ പറഞ്ഞ ജോണറാണെങ്കിൽ. മനസ്സിലായി? ഇപ്പം നിങ്ങൾ പറഞ്ഞ നോ സ്മോക്കിംഗ് എന്ന സിനിമ ഒരാളെ സിഗരറ്റ് വലി എങ്ങനെ നിർത്താമെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അത് ജനങ്ങൾ ഗുണമേ ചെയ്യുള്ളൂ, ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ മൊത്തത്തിൽ ആ ഒരു പേര് പറഞ്ഞ് ഒരു നല്ല സാധനത്തെ പറഞ്ഞിട്ട് ബാക്കി എല്ലാത്തിലും അതിൻ്റെ പേരിൽ നടമാടുന്ന കുറച്ച് വിക്രിയകളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എപ്പോഴും ഈ കോളേജ് പ്രോഗ്രാംസും ഈ യൂത്തൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷനും
അല്ലെങ്കിൽ ഫിറോസിൻ്റെ യൗവനകാലവും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് വാല്യൂ വളരെ കുറവാണ്. നല്ല സുഹൃത്തുക്കൾ, പരസ്പര സുഹൃത്തുക്കൾ എല്ലാം ഈ പറഞ്ഞ കണക്ക് ഡിജിറ്റൽ മീഡിയയുമായി കണക്റ്റഡ് ആണ് എല്ലാവരും. അപ്പോൾ ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല. ഫിസിക്കൽ പണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഗെയിം എന്ന് പറയുന്ന കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകുന്നതും ഫുട്ബോൾ കളിക്കാൻ പോകുന്നതും അവിടെയൊക്കെ ഒരു ബന്ധങ്ങളുടെ ഉടലെടുപ്പുണ്ട്. ഫിസിക്കൽ ഗെയിമിലുപരി നമുക്ക് ഒരു കണക്ഷനുണ്ട് സുഹൃത്തുക്കളുമായിട്ട്. ഇന്നതില്ല. ഇന്ന് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഗെയിം ഉണ്ടോ ഇന്ന്? വേണ്ട വിധം ഒരു പണ്ട് നമ്മൾ കളിച്ചതുപോലെയുള്ളൊരു ഫിസിക്കൽ ഗെയിമുകൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറുമായിട്ടും മൊബൈലുകളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല. അച്ഛനും അമ്മയുമായിട്ട് വാല്യൂ ഇല്ല. എല്ലാവരും ഇതാണ് മൊബൈലുമായിട്ട് ഓരോ സൈഡിലങ്ങ് ഇരിക്കുകയാണ്. ഇന്ന് കൂട്ടായ്മയിൽ ഒരു ടേബിളിൽ വന്നിട്ട് എല്ലാവരും, ഇത് ഞാൻ പറയുന്നത് 100% ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്, എങ്കിലും മെജോറിറ്റി പീപ്പിൾസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധത്തിൻ്റെ ഉണ്ട്. നമ്മുടെ വീട്ടുകാർ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ബന്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളുമായിട്ട് ഐ കോണ്ടാക്ട്സിലും സംസാരിക്കുമ്പോഴുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അയാളോട്ട് ഹൃദയത്തിലേക്ക് കാണാൻ പറ്റുന്നുള്ളത്. പണ്ട് ഉള്ളവർ പറയും കണ്ണകലുമ്പോൾ കൽബകലും എന്നൊരു പറച്ചിലുണ്ട്. കറക്റ്റായ കാര്യമാണ്. ഇന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നതും സഹോദരങ്ങളെ തലക്കടിച്ച് കൊല്ലുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. ബന്ധങ്ങൾ വേണം. അന്നത്തെ നമ്മുടെ ഓരോ പാട്ടുകൾ കേട്ട് ആസ്വദിച്ച ഓരോ കാര്യങ്ങൾ, അതായത് ഒരു സോങ് കേട്ടാൽ പോലും അതിനകത്ത് ബന്ധങ്ങളുടെ വാല്യൂ കാണിക്കുന്ന പാട്ടുകളാണ്. നമുക്കതറിയാതെ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകുന്ന പാട്ടുകളുണ്ട്. ഇന്ന് മെജോറിറ്റി നമ്മൾ കേൾക്കുന്ന പാട്ട് എത്രയാണ്? കൊച്ചിയിൽ കായൽ ചാടി അന്ന് നിന്നെ തട്ടൂല, കിറുക്കന്മാർക്ക് പൊക്കിയാൽ പോലും എന്നെ കിട്ടൂല, പിന്നെ അതെനിക്കിപ്പോൾ വേറെ പാട്ട് ജോയൻ്റ് ആണല്ലോ എല്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു പാട്ട്. അപ്പോൾ ആ പാട്ടുകളിൽ പോലും ഇപ്പോഴത്തെ തലമുറയുടെ സാധനം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഈ സ്നേഹത്തെയും ബന്ധങ്ങളെയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് നന്നാവുന്നത്. സ്നേഹമില്ലാത്തടത്തും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തടത്തും ഈ നന്നാവലൊന്നുമില്ല. എങ്ങനെയും തോന്നിയ കണക്ക് മൃഗങ്ങളെ പോലെ ജീവിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ലഹരിക്കെതിരെ സംസാരിച്ചാലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകൾക്ക് പണ്ടത്തെ പാട്ടുകളുടെ അത്ര ഡെപ്ത് ഇല്ലെന്നോ, അല്ലെങ്കിൽ സിനിമകൾ ഇപ്പോൾ ചിരിക്കാൻ പറ്റുന്ന സിനിമകളില്ലെന്നോ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു ഞാൻ, അല്ല ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഉടനെ തന്തവൈബിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടും. അങ്ങനെ എന്തായാലും തന്തവൈബിന് എന്താ കുഴപ്പം? നല്ലതല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഏറ്റവും നല്ല സാധനമാണ് തന്തവൈബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം തന്തവൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അത്രേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് തന്തവൈബാണ്. ഫിറോസിനോട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഉള്ളിനുള്ളിൽ തന്നൊരു തന്തവൈബാണ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ യൂത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുള്ളൂ. ഈ നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പല പോസിറ്റീവ് കാര്യങ്ങളിലും ഞാനുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ട്രെൻഡിനൊപ്പം തന്നെ നിൽക്കുന്ന ആളാണ് ഞാനും. പഴമ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പറയുന്നത് പഴമയായാലും പുതുമയായാലും ഏതാണോ നല്ലതെന്നുള്ള കാര്യം പറയുകയാണ്. അല്ല നീ ഡ്രഗ്സ് അടിച്ച് നടക്കും, ഞാൻ ഡ്രഗ്സ് അടിക്കുക എന്ന് പറയുന്നത് പുതുമയാണെങ്കിൽ ആ പുതുമ എനിക്ക് വേണ്ട. ഒരുപാട് സ്റ്റേജുകൾ കവർ ചെയ്യുകയും ഒരുപാട് സ്റ്റേജുകളിൽ ഡാൻസ് ചെയ്യുകയും ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്റ്റേജ് എന്ന് പറയുന്നത് ഫിറോസിൻ്റെ ജീവിതത്തിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. തീർച്ചയായിട്ടും ഈ നാൾ വഴികളൊക്കെ എടുത്ത് നോക്കുക. സ്റ്റേജിൽ കൂടി തന്നെയാണ് ഞാൻ തുടക്കത്തിൽ വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഈ ഫെസ്റ്റിവൽസ് ഉണ്ട്, ഓണം അങ്ങനെയുള്ള നമ്മുടെ. അപ്പോൾ ഈ നാട്ടുകളിലൊക്കെ ഈ ക്ലബ്ബുകളിലൊക്കെ എവിടെ ക്ലബ്ബ് കണ്ടാലും ചെറുപ്രായത്തിൽ ടി വിയിലൊക്കെ വരുന്നതിന് മുമ്പുള്ള, അപ്പോൾ എവിടെ ക്ലബ്ബ് കണ്ടാലും പോയി ഡാൻസ് ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കലാപരമായിട്ടുള്ള എല്ലാത്തിലും പോയി പങ്കെടുക്കുകയും ചിലയിടത്ത് വിൻ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഇതായിരുന്നു. അപ്പോൾ അതാണ് അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. പിന്നെയാണ് നമ്മൾ ചാനലിലേക്കൊക്കെ വന്നത്.